Hey, this is Divya. ഒരമ്മയായാൽ പിന്നെ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ കിഡ്സ് റൈറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് എന്നോട് പറഞ്ഞു, നമ്മളോടെല്ലാവരും പറയും കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ആകെ മാറുമെന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ലൈഫ് മാറുന്നേ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴാണ്. ശരിയല്ലേ? ഒരമ്മയായി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫ് മാറും, പ്രയോറിറ്റീസ് മാറും. ഇതിനിടയ്ക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ മറന്നുപോകും. ഇന്നത്തെ അമ്മമാർക്ക് കുറേ കൂടെ സെൽഫ് കെയർ, സെൽഫ് ലവ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് അറിയാം. ബട്ട് വേണമെന്ന് വെച്ചാലും പലപ്പോഴും ഫാമിലീനെയും കുട്ടികളെയും ഇനി ജോലി ഉണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് എവിടെയാണ് ഇതിനൊക്കെ സമയം? ഇനി വല്ലപ്പോഴും ടൈം കിട്ടിയാലോ നമ്മൾ നേരെ പോയി ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന കോണ്ടൻസ് ആണെങ്കിൽ ഓക്കെ. ബട്ട് പലപ്പോഴും ഒരു ഉപകാരമില്ലാത്ത റീൽസോ ഫാമിലി വ്ളോഗ്സിൽ വല്ല കുടുംബത്തെയും വഴക്കോ സെലിബ്രിറ്റി ഗോസിപ്പോ ഒക്കെ ആയിരിക്കും കാണുന്നത്. നമുക്കിതൊരു റിലാക്സിങ് ടൈമാണ്, മീ ടൈമാണ് എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും സത്യത്തെ ഇത് വെറും ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നീക്കാണ്. ഈ മീനിങ്ലെസ് സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം നമുക്ക് നമ്മുടെ സ്ട്രെസ്സും ക്ഷീണവും ഒക്കെ മറക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി. രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അതിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി യൂസ് ചെയ്താലോ? നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ, ഹാപ്പി ആവാൻ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ. നമ്മളിൽ എത്രയോ പേര് ഒരു ചൂട് ചായ സമാധാനത്തോടെ ഇരുന്ന് കുടിച്ച കാലം പോലും മറന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് തുടങ്ങിയാലോ? രാവിലെ ഒരു 10 മിനിറ്റ് ചുമ്മാ ഒന്നും ചിന്തിക്കാതെ ഒരു ധൃതിയും വെക്കാതെ മൈൻഡ് ഫ്രീ ആക്കി ചുമ്മാ ഇരിക്കുക. ചായ കുടിക്കുകയോ സിറ്റ് ഔട്ടിൽ പോയിരിക്കുകയോ മുറ്റത്ത് കൂടെ നടക്കുകയോ അതോ ജനലിൽ കൂടെ വല്ല പക്ഷിനെയും നോക്കുകയോ എന്തേലും. ബട്ട് നോ മൊബൈൽ ആൻഡ് നോ തോട്ട്സ്. മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വിടും. പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് ബി ഇൻ ദാറ്റ് മൊമെൻറ്റ്, എൻജോയ് ദാറ്റ് മൊമെൻറ്റ്. ഇനി ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ബേസിക് കാര്യങ്ങൾ പോലും വിട്ടുപോകും. ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നല്ല പ്രായത്തിൽ തന്നെ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചാൽ എന്നും ഹെൽത്തി ആയിരിക്കാം. വെള്ളം നന്നായി കുടിക്കുക, ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതുപോലെ ഡെയിലി ലെറ്റ്സ് ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി. നടക്കാൻ പോവാം, വർക്കൗട്ട് ഒരു യോഗ ചെയ്യാം. ഇനി പുറത്ത് പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ മെയിൻ പോയിൻറ്റ് ഈ ഫുഡ് കഴിക്കുന്നതും ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ മെലിയണമെന്ന് ഒബ്സസ്ഡ് ആയിട്ട് ചെയ്യരുത്. അപ്പോൾ പലരും ഓവറായിട്ട് ചെയ്യും, സ്ട്രെസ്ഡ് ആവും, അതൊരു ജോലി പോലെ ആവും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ബിക്കോസ് വി ലവ് അവർ സെൽഫ്. നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും ഒക്കെ സ്നേഹിച്ചാൽ അത് നമ്മളെ സ്നേഹിക്കുന്നേ. നിങ്ങൾ ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ തന്നെ ശിക്ഷിച്ചുകൊണ്ട് രക്ഷിക്കാൻ നോക്കാതെ റിലാക്സ് മൈൻഡോടെ സന്തോഷത്തോടെ ഹെൽത്തി ഫുഡ് കഴിക്കുകയും ഇഷ്ടമുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയും സമയത്ത് ഉറങ്ങുകയൊക്കെ ചെയ്താൽ തന്നെ ലൈഫിൽ ആ ഒരു ഡിഫറൻസ് കാണാം. Mental health is very important. Try to stay away from any kind of negativity and drama. Feed your mind with positive thoughts. Meditate ചെയ്യാം, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഓർ വീഡിയോ കാണാം, റിലാക്സിങ് മ്യൂസിക്സ് ഓർ ഓഡിയോ ബുക്സ് കേൾക്കാം. വാ തുറന്ന നെഗറ്റിവിറ്റിയും ദുരന്തവും മാത്രം പറയുന്ന, അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരോടുള്ള ഇൻറ്ററാക്ഷൻസ് മാക്സിമം കുറയ്ക്കുക. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഞാൻ ഉള്ള പോലെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നോക്കി തടി കൂടി, കറുത്തു, മെലിഞ്ഞു, മുടി കൊഴിഞ്ഞു, മുഖക്കരു വന്നു എന്നൊക്കെ ബോഡി ഷേമിങ് ചെയ്യുന്നവർ. നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കിവർ പറഞ്ഞിട്ട് വേണോ അറിയാൻ? സോ അത്രയും സത്യസന്ധരെ നമുക്ക് വേണ്ട. അതുപോലെ വേറെ ചില വളരെ നല്ല ആൾക്കാരുണ്ട്, ഫുൾ ടൈം നമ്മൾ ഓർത്താണ് അവരുടെ വിഷമം. ഇനി ജോലി ഉള്ളവരോട് പറയും, അയ്യോ കഷ്ടം നിൻ്റെ മക്കളുടെ കാര്യം, നീ ഫുള്ള് ബിസിയല്ലേ. ജോലി ഇല്ലാത്തവരോടോ, ഇത്രയും പഠിച്ചിട്ട് വീട്ടിലെ ചട്ടിയും കലവും കഴുകിയിരിക്കുകയല്ലേ മോളെ. ഇങ്ങനെ ഫുൾ ടൈം ഇവരെ നമ്മളുടെ
ലൈഫ് ഓർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. സ്റ്റേ അവേ ഫ്രം സച്ച് പീപ്പിൾ. നമുക്ക് വേണ്ടത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് ഗൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ്. ചിലരോട് സംസാരിക്കുമ്പോൾ അല്ല ചിലരെ കാണുമ്പോൾ നമുക്കും അതുപോലെ കാണണം തോന്നുമല്ലേ, പോസിറ്റീവായിട്ട്. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞു, അഹാന കൃഷ്ണയുടെ വ്ളോഗിൽ പുള്ളിക്കാരി ഡ്രൈവ് ചെയ്ത് പോകുന്ന കണ്ടപ്പോൾ എനിക്കും ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിയെന്ന്. അങ്ങനെ പഠിക്കാൻ പോയി ആളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അസോസിയേറ്റ് യുവർ സെൽഫ് വിത്ത് സച്ച് പീപ്പിൾ. അതിപ്പോൾ നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇതുപോലെ ഇനി കുറച്ചും കൂടെ ടിപ്സ് ഉണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.